മാനസികാരോഗ്യ പ്രചരണ യാത്രയുമായി ബന്ധപ്പെട്ട നടത്തത്തിനിടയിൽ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ എൻ്റെ കാലിൽ ഒരു 5-6 സ്ഥലത്ത് കുമിള പൊട്ടുകയും ഞാനതിലൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനന്ന് കുറേ ഡൗണായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 600ഓളം കിലോമീറ്റർ ബാക്കി കിടക്കുക. അപ്പോൾ ഈ കുമിളകളൊക്കെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ നടക്കുക, അസഹനീയമായ വേദനയുണ്ടായിരുന്നു. അങ്ങനെ പെരിന്തൽമണ്ണ ഒരു ദിവസം സ്റ്റക്കായി. പക്ഷേ ആ സ്റ്റക്കാവലും ആ കുമിള പൊട്ടലും ആ അപകടവും എനിക്ക് കൂടുതൽ ബെനിഫിറ്റായി. എന്താണെന്ന് വെച്ചാൽ കുർബാനയുടെ സമയം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജിൽസ് കാരികുന്നലച്ചനെ വിളിച്ചു. നിമിത്തം പോലെ എനിക്ക് പെസഹ വ്യാഴാഴ്ച കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ ഓഡിയൻസിനോട് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടി. ഒരു വിശ്വാസി എന്ന രീതിയിൽ വളരെ ഒരു ഡ്രീം മൊമെൻറ്റ് എന്ന് കരുതുന്നത്. കാരണം പെസഹ ദിവസത്തിൽ പള്ളിയിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡ്രീം മൊമെൻറ്റ്. ഇതുണ്ടാവാൻ കാരണം തീർച്ചയായിട്ടും ജിൽസച്ചൻ വളരെ സപ്പോർട്ടീവായിട്ട് താങ്ക് യു സോ മച്ച് അച്ഛാ. അതിനൊരു കാരണം ഈ കുമിള കൂടിയാണ്. ചില തകർച്ചകൾ നമ്മളെ നേട്ടത്തിലേക്ക്, ദൈവം ഏത് വഴിയിലാണ്, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് പ്രകൃതിയെന്നോ എന്തും വിശ്വസിക്കാം. നമ്മുടെ തകർച്ചകൾ ചിലപ്പോൾ നമ്മളറിയാത്ത വലിയ വഴികളിലേക്കായിരിക്കും. സ്ഥിരമായി പറയുന്നത് പോലെ, പതിവായി പറയുന്നത് പോലെ തകർച്ചകളിൽ മടിക്കേണ്ടതില്ല എന്ന ഒരു അനുഭവം കൂടി പറയാനാണ് ഈ കുമിളയുടെയും പെസഹ വ്യാഴാഴ്ച പ്രസംഗത്തിൻ്റെയും കഥ പറഞ്ഞത്. ഒരിക്കൽ കൂടി ജിൽസസിന് ഒത്തിരി നന്ദി. പെരിന്തൽമണ്ണ ഇടവക്കാർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.